നമസ്കാരം. ഇന്ന് ചക്കക്കുരും വെള്ളരിക്കയും ഉണക്കമുള്ളനും ചേർത്ത് കറി വെക്കാം. കുറച്ച് ചക്കക്കുരു എടുത്ത് പൊളിച്ച് ഉപ്പും മഞ്ഞളിട്ട് കുക്കറിൽ വേവിച്ചതാണ്. ഒരു മുറി വെള്ളരിക്ക തോല് കളഞ്ഞ് കഷ്ണങ്ങളാക്കി കഴുകി ചട്ടിയിലിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കാം. ഇനി അടച്ച് വെക്കാം വേകുന്നവരെ. 5 മുള്ളൻ ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അരമുറി വരെ തേങ്ങ ചിരവിയത് മിക്സിൻ്റെ ജാറിലിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് ഇനി അടപ്പ് തുറന്ന് 2 പച്ചമുളക് ഇട്ട് ആദ്യം ഞാൻ വിട്ടുപോയതാണ്. ഒന്ന് ഇളക്കി അടച്ച് വെച്ച് കുറച്ച് നേരത്തേന് അടപ്പ് തുറന്ന് വേവിച്ച ചക്കക്കുരു ഇട്ട് കൊടുക്കുക. ചക്കക്കുരു നല്ലപോലെ വെന്ത് വെള്ളരിക്കയും വെന്തിട്ടുണ്ട്. ഇനി പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഇനി അരപ്പ് ചേർത്ത് കൊടുക്കുക. ജാറിൽ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് പിന്നെയും വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പുണ്ടോ നോക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഇട്ട് കൊടുത്ത് കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി അടച്ചു വെക്കാം. കുറച്ച് നേരത്തേന് അടപ്പ് തുറന്ന് കറി നല്ലപോലെ തിളച്ച് വന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി കറി വാങ്ങി ചീഞ്ചട്ടി വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി മുള്ളൻ വറുത്തെടുക്കണം. ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെച്ച് അടച്ച് വെച്ച് ഇനി അടുപ്പ് തുറക്കാം. എണ്ണ എല്ലാ ഭാഗവും എത്തിച്ച് ഇനി മീനെല്ലാം പൊടിച്ചെടുത്ത് വലിയ മുള്ളെല്ലാം മാറ്റി മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്ത് ഇനി ചീഞ്ചട്ടിയിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക് ഇട്ട് കടുക് പൊട്ടി വരുമ്പം കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി പൊടിച്ച് വെച്ച മീനും ചേർക്കാം. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെ കഴിക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.